ഒരു നാടിന്റെയും ജനതയുടെയും വഴി നടക്കാനുള്ള അവകാശം ഇല്ലായ്മ ചെയ്ത ഹൈവേ വികസന സമിതിക്കെതിരെ ഉയർന്നത് വെറും പന്തമല്ല, പ്രതിഷേധത്തിന്റെ രോഷാഗ്നിയാണ്. രണ്ടത്താണിയിൽ അണ്ടർപാസ് നിർമ്മിക്കും വരെ ജീവൻ നൽകിയും സമരം ചെയ്യുമെന്ന് രണ്ടത്താണി ആക്ഷൻ കൗൺസിൽ. ജനകീയ സമരത്തെ അടിച്ചമർത്താമെന്നത് വെറും വ്യാമോഹമാണെന്നും ജനങ്ങൾ പറഞ്ഞു. അതാണ് ഞങ്ങൾ പൂർവികർ. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. കൗൺസിൽ സിന്ദാബാദ്. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. ജനകീയ സമരം സിന്ദാബാദ്. ജനകീയ സമരം സിന്ദാബാദ്. ജനകീയ സമരം സിന്ദാബാദ്. ജനകീയ സമരം സിന്ദാബാദ്. അധികാരികളെ കണ്ണു തുറന്നു. അധികാരികളെ കണ്ണു തുറന്നു. അധികാരികളെ കണ്ണു തുറന്നു. അധികാരികളെ കണ്ണു തുറന്നു. രണ്ടത്താണിയെത്തി ബന്ധം. രണ്ടത്താണിയെത്തി ബന്ധം. രണ്ടത്താണിയെത്തി ബന്ധം. രണ്ടത്താണിയെത്തി ബന്ധം. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. ആക്ഷൻ അണ്ടർപാസ്. മുഷ്ടി തിരിച്ച് വാണിയുയർത്തി. മുഷ്ടി തിരിച്ച് ജനകീയ സമരം സിന്ദാബാദ്. ജനകീയ സമരം സിന്ദാബാദ്. പിറന്ന നാട്ടിൽ ജീവിക്കാൻ. പിറന്ന നാട്ടിൽ ജീവിക്കാൻ. പിറന്ന നാട്ടിൽ ജീവിക്കാൻ. പിറന്ന നാട്ടിൽ ജീവിക്കാൻ. അവകാശങ്ങൾ നേടിയെടുക്കാൻ. അവകാശങ്ങൾ നേടിയെടുക്കാൻ. അവകാശങ്ങൾ നേടിയെടുക്കാൻ. അവകാശങ്ങൾ നേടിയെടുക്കാൻ. ഞങ്ങൾ വിളിക്കും സിന്ദാബാദ്. ഞങ്ങൾ വിളിക്കും സിന്ദാബാദ്. ഞങ്ങൾ വിളിക്കും സിന്ദാബാദ്. ഞങ്ങൾ വിളിക്കും സിന്ദാബാദ്. ആരിത് പറയുന്നറിയാമോ? ആരിത് പറയുന്നറിയാമോ? ആരിത് പറയുന്ന ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. ഇതെന്റെ നാട്, ഇതെന്റെ വീട്. ഇതെന്റെ നാട്, ഇതെന്റെ വീട്. ഇതെന്റെ നാട്, ഇതെന്റെ വീട്. ഇതെന്റെ നാട്, ഇതെന്റെ വീട്. തന്നേ തീരൂ, തന്നേ തീരൂ. തന്നേ തീരൂ, തന്നേ തീരൂ. തന്നേ തീരൂ, തന്നേ തീരൂ. തന്നേ തീരൂ, തന്നേ തീരൂ. അണ്ടർപാസ് തന്നേ തീരൂ. അണ്ടർപാസ് തന്നേ തീരൂ. അണ്ടർപാസ് തന്നേ തീരൂ. അണ്ടർപാസ് തന്നേ തീരൂ. ആരിത് പറയൂ, അറിയാമോ? ആരിത് പറയൂ. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. വികസന സമരം സിന്ദാബാദ്. വികസന സമരം സിന്ദാബാദ്. വികസന സമരം സിന്ദാബാദ്. അവകാശങ്ങൾ നേടിയെടുക്കാൻ. അവകാശങ്ങൾ നേടിയെടുക്കാൻ. അവകാശങ്ങൾ വിളിക്കും സിന്ദാബാദ്. 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 ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. മുസ്ലിം വാനിലിയത്തെ. മുസ്ലിം വാനിലിയത്തെ. മുസ്ലിം വാനിലിയത്തെ. മുസ്ലിം വാനിലിയത്തെ. സിന്ദാബാദ്. Zindabad!
മുഷ്ടി ചുരുട്ട് അധികാരത്തിൽ മുഷ്ടി ചുരുട്ട് ഞങ്ങളെ നേരെ പോരിന് വന്നാൽ നമ്മളെ കോടതിയുടെ വിധി അടിസ്ഥാനത്തിൽ വരുമ്പോൾ അടിസ്ഥാനത്തിലായിരുന്നു നമ്മുടെ നേതൃത്വം നൽകിയിരുന്നത്. കോടതിയുടെ അനുകൂലമായോ പ്രതികൂലമായ വിധി ഇന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നാളെ കോടതി വിധി പറയുമെന്ന പ്രതീക്ഷയിലാണ്. എന്തായാലും നമ്മുടെ ഈ സമര പരമ്പര കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നലെ നമ്മളെ ഒമ്പിച്ച സമരം നടത്തി. ഇന്ന് അതിനേക്കാൾ ശക്തമായ രീതിയിൽ പന്തം കൊളുത്തിയ പദയാത്ര നമ്മൾ നടത്തിയത് പ്രതിഷേധകാലിയാണ്. നാളെ നമുക്ക് അനുകൂലമായ വിധിയല്ല എങ്കിൽ നാളെ നമുക്കറിയാം, നാളെ നമ്മൾ സമരം പ്രഖ്യാപിക്കും ദിവസം. നാളെ നമുക്ക് എല്ലാവർക്കും വ്യാപാരികളുടെ ഹർത്താലുമായി ബന്ധപ്പെട്ട് നാളെ നമ്മുടെ സമരപരിപാടിയുമായി മുന്നോട്ട് പോകുന്നില്ല. നാളെ നമ്മളെ അടുത്തതായി നമ്മൾ സമരപ്പന്തൽ ഇവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ 409 ദിവസമായി നമ്മൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും നമ്മുടെ സമരപ്പന്തൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഏതായാലും എല്ലാവരുടെയും ഇതുപോലുള്ള സഹായ സാധ്യതകൾ ഇനിയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാളെ നമുക്ക് അനുകൂല വിധിയല്ലെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഇതെന്റെ നാട്, ഇതെന്റെ വീട്, ഇതെന്റെ നാട്, ഇതെന്റെ വീട്. തന്നെ തീരൂ അണ്ടർപാസ്, തന്നെ തീരൂ അണ്ടർപാസ്, തന്നെ തീരൂ അണ്ടർപാസ്, തന്നെ തീരൂ. ജീവിക്കാൻ പിറന്ന നാട്ടിൽ ജീവിക്കാൻ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങൾ വിളിക്കും സിന്ദാബാദ്, ഞങ്ങൾ വിളിക്കും സിന്ദാബാദ്. ആക്ഷൻ കൗൺസിൽ ആരിത് പറയുന്നറിയാമോ? അതാണ് ഞങ്ങളുടെ പൂർവികർ. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്, ആക്ഷൻ കൗൺസിൽ മുഷ്ടി ചുരുട്ടി വാനിലുയർത്തി ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്, ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്, ജനകീയ സമരം സിന്ദാബാദ്, ജനകീയ സമരം സിന്ദാബാദ്, മുഷ്ടി ചുരുട്ടി വാനിലുയർത്തി ഞങ്ങൾ വിളിക്കും സിന്ദാബാദ്, ഞങ്ങൾ വിളിക്കും സിന്ദാബാദ്. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്, ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്, ജനകീയ സത്തയിൽ അന്നൊരു നാളിൽ 47 ബ്രിട്ടീഷുകാരുടെ തോക്കിന് മുന്നിൽ നെഞ്ചു വിരിച്ചൊരു ജനത, ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്, ജനകീയ സമരം സിന്ദാബാദ്, ഇതെന്റെ നാട്, ഇതെന്റെ വീട്. ആരിത് പറയുന്നറിയാമോ? ഞങ്ങളെ നേരെ പോരിന് വന്നാൽ അവകാശങ്ങൾ നേടിയെടുക്കാൻ അവസാനം വരെയും സമരം ചെയ്യും. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്, ആക്ഷൻ കൗൺസിൽ ഞങ്ങളെ നേരെ പോരിന് വന്നാൽ അവകാശങ്ങൾ നേടിയെടുക്കാൻ അവസാനം
രാജ്യം പിറന്ന നാട്ടിൽ ജീവിക്കാൻ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങൾ വിളിക്കും സിന്ദാബാദ്. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. ഹൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.